നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരുവാനും യോഗമുണ്ട്. തന്മൂലം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നു. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാണുന്നു. വിദേശയാത്ര സഫലമാകും. വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. സുഹൃത്ത് നിർദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ മേലധികാരി സ്ഥാനം വഹിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളുടെ അനുബന്ധ സ്ഥാപനം തുടങ്ങുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്കും യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യവും വളരെ അനുകൂലമാക്കി തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനുള്ള യോഗം തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. തന്മൂലം പൊതുവെ 2017, 18, 19 എന്നീ വർഷങ്ങളിലെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനും വളരെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ലക്ഷ്യപ്രാപ്തി നിർവഹിക്കുവാനും നേടുവാനുമുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും തിരുവോണ നക്ഷത്രക്കാർക്ക് 2017 ആണ്ടിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.